തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ചെറിയൊരു ചിന്തയ്ക്കായിട്ട് നമുക്കിന്ന് ഒരു ഭാഗം എടുക്കാം. നമുക്കറിയാം, അബ്രഹാമിനെ ദൈവം വിളിച്ചു വേർതിരിച്ചു, ഒരു ജാതിയാക്കി. അബ്രഹാമിനോട് പറഞ്ഞു, ഈ കനാൻ ദേശം നിനക്കും നിൻ്റെ സന്തതിക്കുമുള്ളതാണ്. അത് കഴിഞ്ഞ് ദൈവത്തിൻ്റെ പ്ലാൻ അനുസരിച്ച് ദൈവം അബ്രഹാമിനോട് തന്നെ പറഞ്ഞു, 400 വർഷം നിൻ്റെ പിൻതലമുറ ഇവിടെ നിന്ന് പോകും അന്യദേശത്ത്, അത് കഴിഞ്ഞ് ഞാൻ നിങ്ങളെ തിരിച്ചു വന്ന് ഈ കനാൻ ദേശം തരുമെന്ന്. അങ്ങനെ അവർ മിസ്രൈമിൽ പോയി. മിസ്രൈമിൽ നിന്നും മോശയുടെ നേതൃത്വത്തിൽ അവർ വിടുവിച്ച് തിരിച്ചു വന്ന് നമുക്കറിയാം, ഏതാണ്ട് 2 വർഷം കഴിഞ്ഞപ്പോൾ കാദേശ് ബർമ്മ വരെ വന്നു. കാദേശ് ബർമ്മ വരെ വന്നു കഴിഞ്ഞ ശേഷം അവരെ മറുതലിച്ചപ്പോൾ ദൈവം ആ തലമുറയെ കടക്കാൻ അനുവദിച്ചില്ല. യോശുവായും കാലേബും ഒഴിച്ചു. ആ മുഴുവൻ തലമുറയും ഏതാണ്ട് 40 വർഷം മരുഭൂമിയിൽ ചുറ്റി നടന്ന് നശിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവ് മോശെ ഒരുക്കുക അവരെ അടുത്ത യോർദാൻ കടക്കാനായിട്ട്. ആ സമയത്ത് ആ പിൻതലമുറ മോശയോട് പറയുന്ന ഒരു കാര്യം, സംഖ്യാപുസ്തകം 32:1 മുതൽ 5 വരെ. 2.5 ഗോത്രം, രൂബന്യർ, ഗാദ്യരും മനശ്ശയുടെ പകുതി ഗോത്രവും, ഇവരൊരു കാര്യം, ഒരു ഡിമാൻഡ് മോശയുടെ മുമ്പിൽ വെക്കുക. അവരെന്ത് പറഞ്ഞു? ഇങ്ങനെയാണ് സംഖ്യാപുസ്തകം 32:1 മുതൽ 5 വരെ. എന്നാൽ റൂബേന്യർക്കും ഗാദ്യർക്കും എത്രയും വളരെ ആടുമാടുകൾ ഉണ്ടായിരുന്നു. അവർ യസേർ ദേശവും ഗിലെയാദ് ദേശവും ആടുമാടുകൾക്ക് കൊള്ളാക്കുന്ന സ്ഥലം എന്ന് കണ്ടിട്ട് വന്ന് മോശയോടും പുരോഹിതനായ എലയാസറിനോടും സഭയിലെ പ്രഭുക്കന്മാരോടും സംസാരിച്ചു. അദാരോത്ത്, ദീബോൻ, യസേർ, നിമ്ര, ഹെഷ്ബോൻ, എലയാലെ, സെബാം, നെബോ, ബെയോൻ എന്നിങ്ങനെ യഹോവ ഇസ്രയേൽ സഭയുടെ മുമ്പിൽ ജയിച്ചടക്കിയ ദേശം ആടുമാടുകൾക്ക് കൊള്ളാകുന്ന പ്രദേശം. അടിയങ്ങൾക്കോ ആടുമാടുകൾ ഉണ്ട്. അതുകൊണ്ട് നിനക്കടിയങ്ങളോട് കൃപയുണ്ടെങ്കിൽ ഈ ദേശം അടിയങ്ങൾക്ക് അവകാശമായി തരണം. ഞങ്ങളെ യോർദാൻ അക്കരെ കൊണ്ടുപോകരുതേ എന്ന് പറഞ്ഞു. ദൈവം വിളിച്ചിറക്കിയത് കനാൻ ദേശത്തേക്ക്. ദേ ആർ സെറ്റിലിംഗ് ഫോർ ലെസ്. 2.5 ഗോത്രം അവരവരുടെ ഒരു തീരുമാനമെടുത്തു. ദൈവത്തിന് വ്യക്തമായ ബ്ലൂ പ്രിൻ്റ് ഉണ്ടായിരുന്നു. ഈ ജനം തിരിച്ചു വരുമ്പോൾ കനാൻ ദേശം അവർക്ക് കൊടുക്കണം. പക്ഷേ 2.5 ഗോത്രങ്ങൾ അവരുടേതായ തീരുമാനമെടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? യോർദാൻ കടക്കാതെ ഇക്കരെ നിൽക്കുന്നു. ഞാനും നിങ്ങളും ഇന്ന് എവിടെയാണെന്ന് ഓർക്കണം പ്രിയപ്പെട്ടവരെ. ദൈവം വിളിച്ചിറക്കിയത് കനാൻ ദേശം അനുഭവിക്കാനാ, ആത്മീയമായ ഉന്നതിയിലേക്ക് പോകാനാ. പക്ഷേ ഞാനും നിങ്ങളും യോർദാൻ്റെ കരക്കല്ലേ എന്ന് ആലോചിച്ച് നോക്കിയേ പ്രിയപ്പെട്ടവരെ. പുറപ്പാട് പുസ്തകം 6:2 മുതൽ 4 വരെ ഇവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ദൈവം പിന്നെയും മോശയോട് അരുളി ചെയ്തെന്നാൽ, ഞാൻ യഹോവയാകുന്നു. ഞാൻ അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും സർവ്വശക്തിയുള്ള ദൈവവുമായിട്ട് പ്രത്യക്ഷനായി. ഞാൻ യഹോവ എന്ന നാമത്തിൽ അവർക്ക് വെളിപ്പെട്ടില്ല. അവർ പരദേശികളായ പാർത്ത കനാൻ ദേശം അവർക്ക് കൊടുക്കുമെന്ന് ഞാൻ അവരോട് ഒരു നിയമം ചെയ്തിരിക്കുന്നു. ദൈവം വിളിച്ചിറക്കിയത് കനാൻ ദേശത്തേക്ക്. ഈ ജനം എന്ത് ചെയ്തു? പച്ചിപ്പ് കണ്ടപ്പോൾ, ലോകത്തിൻ്റെ മോഹം കണ്ടപ്പോൾ യോർദാൻ കടക്കാതെ അവരവിടെ സെറ്റിലാകുന്നു. പ്രിയപ്പെട്ടവരെ, ആർ യു സെറ്റിലിംഗ് ഫോർ ദ ലെസ്? ദാറ്റ് ഇസ് ദ ക്വസ്റ്റ്യൻ ടുഡേ. ദൈവം വിളിച്ചിറക്കിയതാ. ദൈവം കനാൻ ദേശം കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ കവിഞ്ഞൊഴുകുന്ന യോർദാൻ കണ്ടപ്പോൾ മടിച്ചു നിൽക്കുന്ന 2.5 ഗോത്രം എനിക്ക് നിങ്ങൾക്കും ഒരു പാഠമല്ലേ പ്രിയപ്പെട്ടവരെ? അവരെന്തിനവിടെ സെറ്റിൽഡായി? അവർ കണ്ടു, ഞങ്ങൾക്ക് ഒരുപക്ഷെ ഞങ്ങൾക്ക് ആടുകളൊക്കെ ഉണ്ട്, ഇവിടെ ആകുമ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പം ദൈവം വാഗ്ദാനം ചെയ്തതോ, ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതിയതോ, ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതിയതെടുക്കുന്നതിന് പകരം 2.5 ഗോത്രം സെറ്റിൽമെൻറ്റ് ചെയ്യുക പ്രിയപ്പെട്ടവരെ. ഉൽപ്പത്തി പുസ്തകം 15 ദൈവം ആ വാഗ്ദാനം കൊടുക്കുന്നുണ്ട്. ഉൽപ്പത്തി 15:18 മുതൽ 21 വരെ. അന്ന് യഹോവ അബ്രഹാമിനോട് നിയമം ചെയ്തു, നിന്റെ സന്തതിക്ക് ഞാൻ മിസ്രയീം നദി തുടങ്ങി ഫ്രാത്ത് നദിയായ മഹാനദി വരെയുള്ള ഈ ദേശത്തെ കേന്യർ, കെനീസ്യർ, കദ്ദോന്യർ, ഹിത്യർ, പെരീസ്യർ, രബാന്യർ, അമ്മോന്യർ, കനാന്യർ, ഹിഗ്ഗർഗ്യർ, യെബൂസ്യർ എന്നിവരുടെ ദേശത്തെ തന്നെ തന്നിരിക്കുന്നു എന്നരുളി ചെയ്തു. ദൈവം വിഭാവനം ചെയ്തതൊന്ന്, ദൈവത്തിൻ്റെ പ്രോമിസ് ഒന്ന്. പക്ഷേ ഇവർ ദേ ആർ സെറ്റിലിംഗ് ഫോർ ദ ലെസ്.
അവരെ ആ ദേശം തിരഞ്ഞെടുക്കാൻ കാര്യം അവരുടേതായ തീരുമാനങ്ങളാണ്. ദൈവം തിരഞ്ഞെടുത്തതാണ് പ്രിയപ്പെട്ടവരെ ഏറ്റവും മനോഹരം. നമ്മുടെ ചിന്തകളും നമ്മുടെ ചിന്താഗതികളുമല്ല. ദൈവം അവരെ അനുവദിച്ചു. പിന്നീട് നടന്ന സംഭവങ്ങളൊക്കെ നമുക്കറിയാം. അവർക്കൊരതിരില്ലായിരുന്നു. അവർക്ക് ചുറ്റും മോവാബിയരും അമ്മോന്യരും സിറിയക്കാരും ഉണ്ടായിരുന്നു. അവരെ ഇഷ്ടം പോലെ ഉപദ്രവിച്ചു. ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ എപ്പോഴും ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൽ മാത്രമാണ്. ദൈവം വാഗ്ദാനം ചെയ്യുന്നിട്ട് നമ്മൾ നിന്നെങ്കിലേ ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ ഉള്ളൂ. യോർദാൻ കടക്കാതെ നിൽക്കുന്ന ജനത്തിന് അവർക്കൊരു പ്രൊട്ടക്ഷനും പിന്നീട് കിട്ടിയില്ല. പിന്നെ അറിയാം, ഇസ്രായേൽ ജനം തന്നെ അവരുടെ അടുക്കിലേക്ക് ഇരച്ചു വരുന്നൊരു സംഭവമുണ്ട്. അവരെ ഒരു ബലിപീഠം പണിതു. അത് ആ ബലിപീഠത്തിനെതിരെ ഇസ്രായേൽ ജനത്തിന് അവരുടെ സ്വന്തം സഹോദരങ്ങൾ വരെ തിരിച്ചു വരുന്ന ഒരു അനുഭവം ഉണ്ട് പ്രിയപ്പെട്ടവരെ. അങ്ങനെ ലോകചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മറ്റുള്ളവർ ഉപദ്രവിക്കപ്പെട്ടത് ഇസ്രായേലാണ്. അവരിലേക്ക് ഈ 2.5 ഗോത്രം ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ടു. എന്തുകൊണ്ടാണ്? ദൈവം വിഭാവനം ചെയ്തിട്ട് ദൈവം തിരഞ്ഞെടുത്ത് നിൽക്കാത്തതുകൊണ്ട്. നമുക്കറിയാം ലോത്തിൻ്റെ ചരിത്രം. ഉൽപ്പത്തി 13:10 വരുമ്പോൾ, അപ്പോൾ ലോത്ത് നോക്കി യോർദാൻ അരികെയുള്ള പ്രദേശമൊക്കെ നീരോട്ടമെന്ന് കണ്ടു. യഹോവ സൗദോമിനെയും ഗോമോറയെയും നശിപ്പിക്കുന്നതിന് മുമ്പേ അത് യഹോവയുടെ തോട്ടം പോലെയും സോവാർമൻ്റെ മിസ്രയീം ദേശം പോലെയായിരുന്നു. ലോത്ത് തിരഞ്ഞെടുത്തു. ദൈവമല്ല തിരഞ്ഞെടുത്തത്, ലോത്ത് തിരഞ്ഞെടുത്തു. പിന്നീട് നടന്ന സംഭവങ്ങൾ നമുക്കറിയാം. അബ്രഹാമിന് ഉൽപ്പത്തി 13:17 പറയുന്ന ഇങ്ങനെയാണ്: നീ പുറപ്പെട്ട് ദേശത്ത് നെടുകയും കുറുകയും സഞ്ചരിക്കുക, ഞാൻ അത് നിനക്ക് തരും. ദൈവം കൊടുത്തു അബ്രഹാമിന്. അവിടെ ഒരു സ്ഥിരതയുണ്ടായിരുന്നു. അവിടെ ദൈവത്തിൻ്റെ വാഗ്ദാനമുണ്ട്. അവിടെ ദൈവ സാന്നിധ്യം ഉണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ദൈവം പറയുന്നത് കേൾക്കണമോ, അതോ നമ്മുടെ തിരഞ്ഞെടുപ്പാണോ പ്രിയപ്പെട്ടവരെ? ജീവിതത്തിൻ്റെ ഓരോ മേഖലയിലേക്കൊന്ന് നോക്കിയൊക്കെ നമ്മൾ തിരഞ്ഞെടുത്തേച്ച് ദൈവമേ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുഗ്രഹിക്കുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. ദൈവത്തെ നമ്മുടെ ഫ്രെയിംവറിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കരുതേ പ്രിയപ്പെട്ടവരെ. യോർദാൻ കവിഞ്ഞൊഴുകുന്നു, അത് കണ്ട അവർ നിന്നത്. പക്ഷേ മോശയോട് ദൈവം പറഞ്ഞൊരു വാചകമുണ്ട്. എന്താ? മോശ ഇസ്രായേൽ ജനത്തോട് പറയുക, നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കണം. യോശുവ 3:8 വരുമ്പോൾ, നിയമപ്പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ യോർദാൻ്റെ വക്കത്തെത്തുമ്പോൾ യോർദാൻ നിൽക്കാൻ കൽപ്പിക്കുക എന്നരുളി ചെയ്തു. യോർദാനിലെ വെള്ളത്തിലേക്ക് നീ കാല് വെക്കണം. കവിഞ്ഞൊഴുകുന്ന യോർദാന നടുക്ക് പോയി നിൽക്കാൻ ദൈവം പറഞ്ഞില്ല. പക്ഷേ ഹി വാണ്ട് എ ഫെയ്ത്ത്, സ്റ്റെപ്പ് ഓഫ് ഫെയ്ത്ത്. ആർ വി ടേക്കിംഗ് എ ഫെയ്ത്ത് ഓഫ് സ്റ്റെപ്പ് ഇൻ അവർ ലൈഫ്? ദൈവം ഒരു വിശ്വാസത്തിൻ്റെ ഒരു ചുവട് വെക്കാൻ പറഞ്ഞു. നീ നിൻ്റെ കാല് കവിഞ്ഞൊഴുകുന്ന യോർദാനിലേക്കൊന്ന് വെക്ക് പ്രിയ പൈതലേ. ആ പുട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ കാല് വെച്ചപ്പോൾ യോർദാൻ നിന്നുപോയി പ്രിയപ്പെട്ടവരെ. അവിടെ എഴുതിയിട്ടുണ്ട് യോശുവ 3:15, കൊയ്ത്തുകാലത്തൊക്കെ യോർദാൻ തീരമെല്ലാം കവിഞ്ഞൊഴുകും. പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ കാൽ വക്കത്ത് മുങ്ങിയപ്പോൾ മേൽവെള്ളത്തിൻ്റെ ഒഴുക്ക് നിന്നു. ചില യോർദാനുകൾ നിൽക്കണമെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഒരു സ്റ്റെപ്പ് ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തിൻ്റെ കാല് വെക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഇന്ന് ആഹ്വാനം ചെയ്യുക. ചില പുരോഹിതന്മാർ, ചില അഭിഷക്തർ എഴുന്നേക്കട്ടെ. ചില പെട്ടകവും ചുമന്നുകൊണ്ട് നിങ്ങളെ നോക്കുന്ന യോർദാൻ്റെ മേൽ ചവിട്ടുവാൻ ചില അഭിഷിക്തന്മാരെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിക്കട്ടെ. സഭ മുന്നോട്ട് പോകുവാൻ, കനാൻ ദേശം സ്വന്തമാക്കുവാൻ ചില അഭിഷിക്തന്മാർ ഇന്നാളുകളിൽ പെട്ടകം ചുമന്നുകൊണ്ട്, പെട്ടകം എന്ന പ്രാർത്ഥനയും വിശ്വാസവും ദൈവത്തിൻ്റെ സാന്നിധ്യവും അത് ചുമന്നുകൊണ്ട് യോർദാനെ ചവിട്ടുന്ന ചില അഭിഷിക്തന്മാർ ഇന്നാളുകളിൽ എഴുന്നേൽക്കട്ടെ പ്രിയപ്പെട്ടവരെ. ഞാനും നിങ്ങളും ഇന്ന് യോർദാൻ്റെ കരയ്ക്ക് ഇരിക്കുന്നത് എന്തുകൊണ്ടെന്ന് അറിയാമോ? അന്ന് അവർ ചവിട്ടിയില്ലായിരുന്നെങ്കിൽ ഇന്നും അവരവിടെ ഇരുന്നേനെ.
ദൈവത്തിൻ്റെ വിശ്വാസത്തിൻ്റെ വാക്ക് പറഞ്ഞവൻ, കർത്താവിൻ്റെ വാക്കിന് വലയിറക്കിയവന് വലയിൽ നിറയ്ക്കുവാൻ ദൈവം വിശ്വസ്തനാണെങ്കിൽ എന്നും ദൈവം പറയുക, നിന്റെ വിശ്വാസത്തിൻ്റെ കാല് ആ യോർദാനിലേക്കൊന്ന് ചവിട്ട്. യോർദാനെ കണ്ട് നീ ഭയപ്പെടേണ്ടല്ല. നിന്നെ വിളിച്ച ദൈവത്തിന് യോർദാൻ കവിഞ്ഞൊഴുകുമ്പോഴും അതിനെ വറ്റിക്കുവാൻ കഴിവുള്ള ദൈവമാണ് വിളിച്ചിറക്കിയത്. ആ വിളിച്ച ദൈവത്തെ നീ വിളിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പൈതലെ ഇന്ന് യോർദാൻ കിടക്കുവാൻ നിന്റെ ഒരു സ്റ്റേപ്പ് ദൈവം ആവശ്യമുണ്ട്. നിന്റെ പെർഫോമൻസ് അല്ല ദൈവത്തിന് വേണ്ടത്. ദൈവത്തിന് നിന്റെ അല്ല, ദൈവത്തിന് വേണ്ടത് നിന്റെ ഒരു കൂട്ടായ്മ. ഒരു വാക്ക് ദൈവം പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ നമുക്ക് കഴിയുമോ പ്രിയപ്പെട്ടവരെ? എബ്രായ ലേഖനം 3:19 ഇങ്ങനെ പറയുന്നു, ഇങ്ങനെ അവിശ്വാസ നിമിത്തം അവർക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞില്ലെന്ന് നമുക്ക് കാണുന്നു. അതിന് മുമ്പുള്ള ജനത്തെ പറ്റിയാണ് പറയുന്നത്. എബ്രായർ 4:2 ഇങ്ങനെ പറയുന്നു, അവരെ പോലെ നാമും ഒരു സദ്വർത്തമാനം കേട്ടവരാകുന്നു, എങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പരിഗണിക്കാത്ത കൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ വിശ്വാസമായി പരിഗണിക്കാത്തടത്തോളം കാലം നമുക്കൊരു ദൈവകൃപയും കിട്ടത്തില്ല പ്രിയപ്പെട്ടവരെ. ദൈവത്തിൻ്റെ വാക്കുകളും വാഗ്ദാനങ്ങളും അത് വിശ്വാസമായി ഇന്നാളുകൾ പരിഗണിക്കട്ടെ പ്രിയപ്പെട്ടവരെ. ദൈവമാക്കി വെച്ചെടുത്തേ ദൈവ സാന്നിധ്യം കാണൂ, അവിടെ ദൈവത്തിൻ്റെ അനുഗ്രഹം കാണൂ പ്രിയപ്പെട്ടവരെ. ദൈവം നമ്മളെ വിളിച്ചിറക്കിയപ്പം ദൈവം വാഗ്ദാനം ഒന്നും തന്നില്ലേ? എഫേസ്യ ലേഖനം 1:3 വാ. എഫേസ്യർ 1:3. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. സ്വർഗത്തിലെ സകല അനുഗ്രഹങ്ങളാലും നമ്മളെ നിറച്ചിരിക്കുന്ന ദൈവം ഇവിടെ ഇരിക്കുന്ന ഏതാണ്ട് 300ഓളം പേരിൽ മുഴുവൻ പേരെയും ദൈവം വിളിച്ചപ്പോൾ സകല സ്വർഗീയ അനുഗ്രഹങ്ങളാലും നിറച്ചതാ. ഇനിയും ഉള്ളിൽ 1 കൊരിന്ത്യർ 3:16 പറയുന്നു, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? ദൈവം സകല സ്വർഗീയ അനുഗ്രഹങ്ങളും തന്നു. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രപഞ്ചത്തെ മുഴുവനും, നക്ഷത്രങ്ങളെയും ഭൂമിയെയും സമുദ്രം അതുപോലെയുള്ള ഗാലക്സികളെ മുഴുവനും നിർമ്മിച്ച സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ, സ്വർഗത്തിലെ സകല അനുഗ്രഹവും നമുക്ക് ഇനിയും പ്രിയപ്പെട്ടവരെ. ദൈവം വെയിറ്റ് ചെയ്യുന്ന ഒറ്റ കാര്യത്തിനാ, നിൻ്റെ ഒരു കാൽവെപ്പ് ആവശ്യമുണ്ട്. അല്ലെങ്കിൽ യോർദാൻ്റെ ഇക്കരക്കരയിരിക്കത്തുള്ള അനുഭവത്തിൽ കൂടി നമ്മൾ കടന്നു പോകും പ്രിയപ്പെട്ടവരെ. എവിടെയാ പറ്റിയത്? സകല അനുഗ്രഹം ദൈവം തന്നില്ലേ? പരിശുദ്ധാത്മാവിനെ തന്നില്ലേ? ആ പരിശുദ്ധാത്മാവ് ഇന്ന് ദുഃഖിക്കുന്നതിൻ്റെ കാരണം എന്താണോ? നമ്മുടെ റിസോഴ്സസ് നോക്കിയല്ല, നമ്മുടെ ബലം നോക്കിയല്ല, നമ്മുടെ കഴിവുകൾ നോക്കിയല്ല ദൈവം വിളിച്ചത്. ബലഹീനമായത് ഞാൻ തിരഞ്ഞെടുത്തത് ജ്ഞാനികളെ ലജ്ജിപ്പിക്കേണ്ടതിനാ. ജ്ഞാനികളല്ലായിരിക്കാം, പക്ഷേ ബലഹീനരാണെങ്കിലും ആ ബലഹീനതയെ ദൈവം തിരഞ്ഞെടുത്ത് തൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ തന്നത് എന്തിനാണെന്നറിയാമോ? ബലത്തോടെ നിൽക്കുവാൻ, ആ കനാൻ ദേശത്തിൻ്റെ ലെവലിലേക്ക് ഞാനും നിങ്ങളും ഉയരുവാനാണ് ദൈവം ഉയർത്തിച്ചത്. പ്രിയപ്പെട്ടവരെ, മറക്കല്ലേ, ഒരു നാളിൽ കണക്ക് ചോദിക്കുന്ന ദിവസം നമ്മൾ പറയരുതേ എനിക്കതിന് കഴിവില്ലായിരുന്നു എന്ന്. അന്ന് ദൈവം ചോദിക്കുന്നുണ്ട്, ഞാൻ നിന്നോട് കണക്ക് ചോദിക്കുന്ന നാളിൽ നിന്റെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ? പ്രിയപ്പെട്ടവരെ, ദൈവം തന്നു ബലം, ദൈവം വിളിച്ചിറക്കി. അങ്ങനെയാണെങ്കിൽ ഇന്നും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ നോക്കിയിരിക്കുക. ഒരു സ്റ്റെപ്പ് നീ എടുക്കും പ്രിയ ദൈവ പൈതലേ. ഇതുപോലെ അനുഗ്രഹം കൊടുത്തിട്ട് കളഞ്ഞു കഴിഞ്ഞ കുറേ പേരുടെ ചരിത്രമുണ്ട് ബൈബിളിൽ. ഒന്ന് യൂദ ആരായിരുന്നറിയോ? 12 ശിഷ്യന്മാരിൽ തിരഞ്ഞെടുക്കാൻ ഭാഗ്യം കിട്ടിയവൻ. അവസാനം നമുക്കറിയാം ആ കാര്യത്തിൽ
ലൂക്കോസിൻ്റെ സുവിശേഷം 22:29 മുതൽ 30 വരെയുള്ള വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. എൻ്റെ പിതാവ് എനിക്ക് രാജ്യം നിയമിച്ചതുപോലെ ഞാൻ നിങ്ങൾക്കും നിയമിച്ചു തരുന്നു. നിങ്ങൾ എൻ്റെ രാജ്യത്തിൽ എൻ്റെ മേശെങ്കിൽ തിന്നുകുടിക്കുകയും സിംഹാസനങ്ങളിലിരുന്ന് ഇസ്രായേൽ ഗോത്രം 12-നെയും ന്യായം വിധിക്കുകയും ചെയ്യും. ഇസ്രായേൽ ഗോത്രത്തിനെ 12-നെയും ന്യായം വിധിക്കാൻ ദൈവം അഭിഷേകം ചെയ്ത യൂദ 30 വെള്ളിക്കാശ് കണ്ടപ്പോൾ കണ്ണു മഞ്ചിപ്പോയി. പ്രിയപ്പെട്ടവരെ, 30 വെള്ളിക്കാശല്ല, 30 ലക്ഷം വെള്ളിക്കാശ് കിട്ടിയാലും സ്വർഗം തരുന്ന ആ വലിയ മഹത്തായ കാര്യം ഇവിടെ അറിയാമോ? ആ യൂദ കളഞ്ഞു കുളിച്ചു. പ്രിയപ്പെട്ടവരെ, ഇതുപോലല്ലേ പല ലോലിപ്പോപ്പും കാണിച്ച് പിശാച് നമ്മളെ വീഴ്ത്തില്ലേ? പ്രിയപ്പെട്ടവരെ, കിട്ടേണ്ട മഹത്വവും കിട്ടേണ്ട അനുഗ്രഹങ്ങളും പലപ്പോഴും നമ്മളെ മാറിപ്പോകുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? ചിലത് കാണിച്ച് പിശാച് നമ്മളെ വശീകരിക്കാൻ ശ്രമിക്കുന്നില്ലേ? പ്രിയപ്പെട്ടവരെ, യൂദ ഒരു വലിയ ഉദാഹരണമാണ്. നമ്മുടെ എത്രത്തോളം കിട്ടിയ, അത് ലോകത്ത് ആർക്കും കിട്ടാത്തൊരു വലിയ 12 സിംഹാസനങ്ങളിൽ നിന്ന് ഭരിക്കേണ്ടവൻ എവിടെ എത്തിയെന്ന് നിങ്ങൾ കണ്ടു. എന്തിനാ? വെറും ചെറിയൊരു 30 വെള്ളിക്കാശിന്. നമ്മൾ പലപ്പോഴും ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ ഇത് പറ്റിപ്പോകുന്നു? പ്രിയപ്പെട്ടവരെ, വി ആർ ലിമിറ്റിംഗ് ഗോഡ്. നമ്മൾ ദൈവത്തെ പരിമിതപ്പെടുത്തുന്നു. ദൈവത്തിൻ്റെ കരുണയിലും ദൈവത്തിൻ്റെ കൃപയിലും ആശ്രയിക്കാതെ കരുണപ്പെടുത്തുന്നു. നമ്മൾ പലപ്പോഴും ചെയ്യുന്ന എന്താണെന്നറിയാം? സദൃശവാക്യങ്ങൾ 12:13 വെളിയിൽ സിംഹമുണ്ട്, വീതിയിൽ എനിക്ക് ജീവഹാനി വരുമെന്ന് മടിയൻ പറയുന്നു. വെളിയിൽ സിംഹമുണ്ട്, വീതിയിൽ എനിക്ക് ജീവഹാനി വരുന്ന മടിയൻ പറയുന്നു. നമ്മൾ ആത്മീയ കുഴി മടിയന്മാരല്ലേ പ്രിയപ്പെട്ടവരെ? എന്തുമായിരിക്കുന്നത്? സ്വർഗത്തിലെ സകല അനുഗ്രഹങ്ങളും സകല ആത്മീയ അനുഗ്രഹങ്ങളും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും സൃഷ്ടി നടത്തിയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മുടെ ഉള്ളിൽ നിന്ന് കേഴുകയാണ്. പ്രിയപ്പെട്ടവരെ, എത്രത്തോളം നമുക്കത് മനസ്സിലാക്കാൻ കഴിയും? പ്രിയപ്പെട്ടവരെ, സദൃശ്യവാക്യങ്ങൾ 18:9 വേലയിൽ മടിയനായവൻ മുടിയൻ്റെ സഹോദരൻ. നമ്മൾ ചോദിക്കും, കർത്താവേ, എനിക്കിതിനുള്ള കഴിവും കാര്യവും ഉണ്ടോ? യിരെമ്യാ പ്രവാചകനോട് 1:4-5 വരെ, യിരെമ്യാവ് 1:4-5 വരെ. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിനു മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. ഞാൻ നിന്നെ തെരഞ്ഞെടുത്തത്, നമ്മളെ ദൈവം തെരഞ്ഞെടുത്തത് അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പെയാണ്. പ്രിയപ്പെട്ടവരെ, യിരെമ്യാവിനോട് പറയുന്ന, ഞാൻ നിന്നെ തിരഞ്ഞെടുത്ത് ഇന്നല്ല, ബാലനല്ല, നീ ബാലനാന്ന് പറയരുത്. നിന്നെ ഞാൻ തിരഞ്ഞെടുത്തത് നിൻ്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുമ്പെയാ. അവിടെ വെച്ച് ഞാൻ നിന്നെ വിശദീകരിച്ചു, ജാതികളുടെ പ്രവാചകനായി അന്നേ ഞാൻ നിയമിച്ചു. നമ്മളെ അമ്മയോട്, നിങ്ങളെ പറയുമായിരിക്കും 10 വർഷമോ 15 വർഷമോ അല്ലെ 20 വർഷമോ ആയാലും ഞാൻ സ്നാനപ്പെട്ടിട്ടെന്ന്. ശരിയായിരിക്കാം, രക്ഷയുടെ അനുഭവത്തേക്ക് വന്നിട്ട് ചില വർഷങ്ങളെ ആയിട്ടുള്ളതായിരിക്കാം. പക്ഷേ സ്വർഗത്തിലെ ദൈവം നമ്മളെ തിരഞ്ഞെടുത്ത് എവിടെ വെച്ചാണെന്നറിയാമോ? അമ്മയുടെ ഉദരത്തിൽ വെച്ച്. എൻ്റെ സ്വർഗത്തിലെ ദൈവം നമ്മളെ വിളിച്ചു വേർതിരിച്ച് ദൈവം നമ്മളെ ആക്കി, നമ്മൾക്ക് വേണ്ടി ഒരു ബ്ലൂ പ്രിൻ്റ് ഉണ്ടാക്കിയതാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെ കാലം നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? സകലവും ദൈവം തന്നു, സകല നന്മകളാൽ നമ്മളെ നിറച്ചു, പരിശുദ്ധാത്മാവിനെ തന്നു. ഇനിയും പറ, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വാക്കിന് വലയിറക്കണോ വേണ്ടയോ എന്ന്. യിരെമ്യാവ് 1:6-8 വരെയുള്ള വാക്യത്തിൽ, എന്നാൽ ഞാൻ അയ്യോ യഹോവേ കർത്താവേ, എനിക്ക് സംസാരിപ്പാൻ അറിഞ്ഞുകൂടാ, ഞാൻ ബാലനല്ലോ എന്ന് പറഞ്ഞു. അതിന് യഹോവ എന്നോട് അരുളി ചെയ്ത്, ഞാൻ ബാലനെന്ന് നീ പറയരുത്. ഞാൻ നിന്നെ അയക്കുന്ന ഏവരുടെയും അടുക്കൽ നീ പോകുകയും ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെയും സംസാരിക്കുകയും വേണം. നീ അവരെ ഭയപ്പെടരുത്, നിന്നെ വിടുവിക്കേണ്ടതിന് ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് യഹോവയുടെ അരുളപ്പാട്. യിരെമ്യാവിനോട് പറയുന്ന, നീ ബാലനെന്ന് പറയരുത്. കർത്താവേ, ഞങ്ങൾ ശിശുക്കളാണ്, കർത്താവേ, ഞങ്ങൾ ആത്മീയ ജീവിതത്തിൽ ശിശുക്കളാണെന്ന് പറയരുത്. പറയാനുള്ള അവകാശവും ദൈവം തന്നിട്ടില്ല. പ്രിയപ്പെട്ടവരെ, കാരണം നമ്മുടെ ബലത്തിലല്ല, സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലാണ് നമ്മൾ നിൽക്കുന്ന. പ്രിയപ്പെട്ടവരെ,
ജീവിതത്തിൻ്റെ ഏത് മേഖലകളിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ വെച്ചിട്ടുണ്ട്. നമ്മൾ പറഞ്ഞല്ലോ പലപ്പോഴും സാഹചര്യങ്ങളും കർത്താവ് ഇരിക്കാനുള്ള സാഹചര്യങ്ങളില്ല എന്ന്. ഇസ്രായേൽ ജനം 70 നീണ്ട വർഷം അവർ പ്രവാസത്തിൽ പോയിട്ട് തിരികെ വന്നപ്പോൾ അവർക്കൊരു ആലയം വേണം. അവർ തുടങ്ങി. അവസാനം അതവിടെ ഇട്ടിട്ട് അവരുടെ കാര്യങ്ങൾക്ക് പോയി. കാരണം റിസോഴ്സസ് ഇല്ല. 15 പരം വർഷങ്ങൾ അതവിടെ മുടങ്ങിക്കിടന്നപ്പോൾ ദൈവം ഒരു പ്രവാചകനെ എഴുന്നേൽപ്പിച്ചു. പേര് ഹഗ്ഗായി. ആ ഹഗ്ഗായി പ്രവാചകൻ അവരോടൊരു ദൂത് കൊടുത്തു. ആദ്യം ഒരു ഇതൊക്കെ റിബ്യൂക്കൊക്കെ കൊടുത്തിട്ട് അവർക്കൊരൊറ്റ ദൂതേ കൊടുത്തുള്ളൂ. ആ ദൂത് ഇങ്ങനെയാണ്. ഹഗ്ഗായി പ്രവാചകൻ്റെ പുസ്തകം 1:13 നമുക്ക് കടന്നു വരാം. അപ്പോൾ യഹോവയുടെ ദൂതനായ ഹഗ്ഗായി യഹോവയുടെ ദൂതായി ജനത്തോട്, ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് യഹോവയുടെ അരുളപ്പാട് എന്ന് പറഞ്ഞു. ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് എന്ന ഒരു ചെറിയ അരുളപ്പാട് മാത്രമേ ഹഗ്ഗായി പ്രവാചകൻ കൊടുത്തുള്ളൂ. അതിൽ അടുത്ത വാചകങ്ങളൊന്ന് വായിച്ചേ. യഹോവ യഹൂദ ദേശാധിപതിയായി ശെയല്തീയേലിൻ്റെ മകനായി സെരുബ്ബാബേലിൻ്റെ മനസ്സും മഹാപുരോഹിതനായി യഹോസാദാക്കിൻ്റെ മകനായി യോശുവയുടെ മനസ്സും ജനത്തിൽ ശേഷിപ്പുള്ള ഏവരുടെയും മനസ്സും ഉണർത്തി അവർ വന്ന് തങ്ങളുടെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവയുടെ ആലയത്തിങ്കൽ വേല ചെയ്തു. അവിടെ ഒരു ചെറിയ ദൂത് കൊടുത്തു. യഹോവ നിങ്ങളുടെ കൂടെയുണ്ട്, നിങ്ങളുടെ കൂടെ യഹോവയായ ദൈവം പ്രവർത്തിക്കും. ആ ഒറ്റ വാക്കിന് സെരുബ്ബാബേലും മഹാപുരോഹിതന്മാരും അവർ എഴുന്നേറ്റ് വേല ചെയ്യാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, എത്രയോ പ്രാവശ്യം ഇതിനെക്കാട്ടി വലിയ വാഗ്ദാനം നമ്മൾ കിട്ടിയിട്ടുണ്ട്. ഹഗ്ഗായിയുടെ ഒരു വാഗ്ദാനം, ദൈവിക വാഗ്ദാനം കിട്ടിയപ്പോൾ സെരുബ്ബാബേൽ എഴുന്നേറ്റ് പണിതു. ഇനിയും വീണ്ടും സെക്കര്യാവിൻ്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ അവിടെ എഴുതി വച്ചിരിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? 4-ാം അധ്യായം 10-ാം വാക്യത്തിൽ, അല്പകാര്യങ്ങളുടെ ദിവസത്തെ ആർ തുച്ഛീകരിക്കുന്നു? സർവ്വഭൂമിയിലും ഊടാടി ചെല്ലുന്ന യഹോവയുടെ ഈ 7 കണ്ണ് സെരുബ്ബാബേലിൻ്റെ കയ്യിലുള്ള തൂക്കുകട്ട കണ്ട് സന്തോഷിക്കുന്നു. സെരുബ്ബാബേലിൻ്റെ കയ്യിലുള്ള തൂക്കുകെട്ട് കണ്ട് യഹോവ സന്തോഷിക്കുന്നു. കാരണം പണി തുടങ്ങി. സെരുബ്ബാബേലിൻ്റെ കയ്യിലുള്ള തൂക്കുകെട്ട് കണ്ട് യഹോവ സന്തോഷിക്കുന്നു. ഇന്നാളുകളിൽ ചില സെരുബ്ബാബേലുകളെ ദൈവം എഴുന്നേൽപ്പിക്കട്ടെ. ചില തൂക്കുകെട്ടുകളുമായി സഭയുടെ പണിക്ക് വേണ്ടി വ്യക്തി ജീവിതത്തിലോ കുടുംബജീവിതത്തിലോ മുടങ്ങിക്കിടക്കുന്ന സഭയായി കൂട്ടമായി കുടുംബത്തിലോ ചില മുടങ്ങിക്കിടക്കുന്ന ചില പണികൾക്കായി അഭിഷിക്തന്മാരായ ചില സെരുബ്ബാബേലുകളെ ദൈവം എഴുന്നേൽപ്പിക്കട്ടെ. മുടങ്ങിക്കിടക്കുന്ന ചില പണികൾ ഇന്നാളുകളിൽ തുടങ്ങട്ടെ. പ്രിയപ്പെട്ടവരെ, ചില തുറക്കാത്ത വാതിലുകൾ ഇന്നാളുകളിൽ സെരുബ്ബാബേലിൻ്റെ മുമ്പിൽ തുറക്കപ്പെട്ട്. പ്രിയപ്പെട്ടവരെ, ദൈവം പറഞ്ഞു, യഹോവയുടെ കണ്ണ് സെരുബ്ബാബേലിൻ്റെ കയ്യിലിരിക്കുന്ന തൂക്കുകെട്ട് കണ്ട് സന്തോഷിക്കുന്ന പോലെ ചില പണിയാനായി മുൻകാലുകൾ എടുത്തു വെക്കുന്ന ചില സെരുബ്ബാബേലുകളെ കണ്ട് യഹോവ സന്തോഷിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, മുടക്കുന്ന ദേവാലയത്തിൻ്റെ പണി, സഭയുടെ മുടങ്ങിക്കിടക്കുന്ന പണി ദൈവം ഉദ്ദേശിച്ച ലെവലിലേക്ക് സഭയെ ഉയർത്തുന്നതിന് വേണ്ടി ചില സെരുബ്ബാബേലുകൾ, ചില അഭിഷിക്തന്മാർ എഴുന്നേൽക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ ചില മുടങ്ങിക്കിടക്കുന്ന ചില പദ്ധതികളെ ഇന്നാളുകളിൽ കർത്താവ് ഒന്ന് പണിയിട്ട്. പ്രിയപ്പെട്ടവരെ, ദൈവവിശ്വാസത്തോടെ വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറഞ്ഞുകൊണ്ട് ചില 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 കാലടികൾ നമുക്ക് മുന്നോട്ട് വെക്കാൻ. പ്രിയപ്പെട്ടവരെ, സെരുബ്ബാബേലിനോട് ദൈവം പറഞ്ഞത് നിൻ്റെ അത് കഴിഞ്ഞിട്ട് 9-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, സെക്കര്യാവ് 4:9, സെരുബ്ബാബേലിൻ്റെ കൈ ഈ ആലയത്തിന് അടിസ്ഥാനമിട്ടിരിക്കുന്നു, അവൻ്റെ കൈ തന്നെ അത് തീർക്കും. സൈന്യങ്ങളുടെ യഹോവ എന്നെ നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നെന്ന് നീ അറിയും. സെരുബ്ബാബേലേ, നിന്റെ കൈ കൊണ്ട് തുടങ്ങിയത് നിന്റെ കൈ കൊണ്ട് തന്നെ, മറ്റാരുടെയും കൈ കൊണ്ടല്ല. ഞാൻ പറഞ്ഞത് കേട്ട് എന്നിൽ ബലപ്പെട്ട് വിശ്വാസത്തിൻ്റെ വാക്കെടുക്കുന്ന സെരുബ്ബാബേലേ, ദൈവത്തിൻ്റെ ശബ്ദം ഇതാ, നിന്നെ കൊണ്ട് നിന്റെ കൈ കൊണ്ട് തുടങ്ങിയത് നിന്റെ കൈ കൊണ്ട് തന്നെ ഈ നാളുകളിൽ ചില ദൈവം തീർക്കാൻ പോവാണ്. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. ഇത് പറയുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് ശബ്ദം കേട്ടു. ഞാൻ വളരെ നാളുകളായിട്ട് ഇതിനു മുമ്പ് ഇത് സംസാരിച്ചതാ. നമുക്കറിയാം, നമ്മുടെ ഹോപ്പ് പ്രോജക്റ്റിൽ നമുക്കൊരു ബിൽഡിംഗ് ഉണ്ട്, അതിന് ഇങ്ങേപ്പുറത്ത് വേറൊരു ബിൽഡിങ്ങുണ്ട്. ആ ബിൽഡിങ്ങിനകത്ത് ദൈവം ഒത്തിരി
ആലോചനകൾ നമ്മുടെ കർത്താവിൻ്റെ ദാസന് കൊടുത്തിട്ടുണ്ട്. ഞാൻ തന്നെ ഇതിനു മുമ്പ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. കർത്താവ് ഒരു കാര്യം പറഞ്ഞത്, അന്ന് കർത്താവേ ഞാനിതൊക്കെ വാഗ്ദാനങ്ങളൊക്കെ കൊടുക്കും, പക്ഷേ അങ്ങ് പോവും, ഇത് ദൈവത്തിൻ്റെ വചനം അങ്ങോട്ട് ഇങ്ങോട്ട് പറഞ്ഞിട്ട് പോകും. കർത്താവേ അതിന് എന്തുണ്ട് എനിക്കൊരു ഇതാ. ദൈവം പറഞ്ഞു, മോനെ ഒരു കൈപ്പത്തി പോലുള്ള മേഘമേ ആ ഏലിയാവ് കണ്ടുള്ളൂ, വൻമഴ പെയ്യുന്നവൻ പറഞ്ഞു. ഈ കാര്യങ്ങളിൽ ഇഷ്ടം പോലെ കൈപ്പത്തി പോലെ മേഘം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഒന്ന്, നമ്മുടെ ചർച്ചിൻ്റെ ബിൽഡിങ്ങിൻ്റെ പണി, അത് കുറച്ച് ആ പ്ലാനിങ് സ്റ്റേജിൽ ഒച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഒരു രാത്രി, ഒരു സൺഡേ, അത് കഴിഞ്ഞൊരു വെനസ്ഡേ നമ്മൾ പ്രാർത്ഥിച്ചു. തേഴ്സ്ഡേയിൽ എത്ര മനോഹരമായി അത് മുന്നോട്ട് പോയെന്നറിയാമോ പ്രിയപ്പെട്ടവരെ? അതിനെക്കാട്ടിലേറെ കർത്താവിനോട് ഞാൻ ഇപ്പോഴല്ല, കുറേ നാളുകൾക്ക് മുമ്പ് ഇവരെല്ലാം ഇതൊക്കെ വലിയ പ്രോജക്റ്റൊക്കെ പറയുമ്പോൾ എനിക്കറിയാം അതിൻ്റെ മുന്നോട്ട് കാര്യങ്ങൾ നോക്കണം, റിസോഴ്സസ് ഒത്തിരി വേണം. അങ്ങനെയുള്ള അവസരത്തിൽ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ ഇതിൻ്റെ പണി ഞങ്ങൾ തീർത്തിരിക്കുന്നു, എന്താണ് മുന്നോട്ട് കാര്യം? അന്ന് കർത്താവ് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഇത്രയും വിലയുള്ള വസ്തു നിങ്ങളുടെ കയ്യിൽ വരാൻ നിങ്ങൾക്ക് എന്ത് യോഗ്യതയുണ്ടായിരുന്നു? ഒന്ന്, അത് കഴിഞ്ഞതാ ചിലരോട് ചോദിച്ചപ്പോഴാണ് ഞാൻ പൊട്ടിക്കരഞ്ഞു പോയത്. നിങ്ങൾക്കറിയാമോ, ഫുൾ എമൗണ്ട് കൊടുത്ത് ആ വസ്തു നമ്മുടെ എടുത്തെങ്കിൽ അതിൻ്റെ ഡോക്യുമെൻ്ററി ചാർജസ് മാത്രം മോർ ദാൻ 1 crore ആവും. കർത്താവ് എനിക്ക് 2 സ്റ്റാമ്പ് പേപ്പർ നമ്മുടെ ഡോക്യുമെൻറ്റിലുണ്ട്, 2 സ്റ്റാമ്പ് പേപ്പർ, 1000 രൂപയുടെയാണോ 500 രൂപയുടെയെന്ന് എനിക്കറിയില്ല, ഞാൻ ഒരു പ്രാവശ്യം എന്തോ കണ്ടിട്ടുള്ളൂ. 2 ഡോക്യുമെൻറ്റ്സ് അത് നമുക്ക് തന്നത് വെറും 2000 രൂപയ്ക്കാണ്. കോടികൾ മുടക്കേണ്ടടുത്ത് വെറും 2000 രൂപയ്ക്ക് കർത്താവ് 2 സ്റ്റാമ്പ് പേപ്പർ കാണിച്ചു തന്നു. ഇത് ചെയ്യാൻ ഞാൻ വിശ്വസ്തനാണ്, ബാക്കി ചെയ്യുവാനും ഞാൻ വിശ്വസ്തനാ. സെരുബ്ബാബേലേ, നിന്റെ കൈ കൊണ്ട് ഞാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാനത് തീർക്കുക തന്നെ ചെയ്യും. പ്രിയപ്പെട്ടവരെ, സെരുബ്ബാബേലിൻ്റെ കൈ കൊണ്ട് തുടങ്ങിയത് സെരുബ്ബാബേലിൻ്റെ കൈ കൊണ്ട് തന്നെ തീർക്കും. ഫിലിപ്പിയ ലേഖനം 1:4 വരാം. ഫിലിപ്പിയർ 1:4. നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ യേശുക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കുമെന്ന് ഉറപ്പായി വിശ്വസിച്ചുമിരിക്കുന്നു. നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശുക്രിസ്തുവിൻ്റെ നാളവും അത് തികയ്ക്കും എന്ന് ഉറപ്പായി വിശ്വസിച്ചിരിക്കുന്നു. ദൈവം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് തീർത്തിരിക്കും. പ്രിയപ്പെട്ടവർ, ഇന്ന് നമുക്ക് വിശ്വാസത്തിൻ്റെ ചില സ്റ്റെപ്പുകൾ മുന്നോട്ട് വെക്കാൻ. പ്രിയപ്പെട്ടവർ, സെരുബ്ബാബേലിൻ്റെ കയ്യിരിക്കുന്ന തൂക്കുകട്ട കണ്ട്, ആ തൂക്കുകട്ട കണ്ട് എന്തുകൊണ്ടാണെന്നറിയാം കർത്താവ് സന്തോഷിക്കുന്നത്? അവൻ വിശ്വസിച്ചവനാ, അവൻ എൻ്റെ വാക്കിന് വലയിറക്കിയവനാ, അവൻ എൻ്റെ വാക്കിന് കാൽ വെച്ചവനാ. അങ്ങനെയാണെങ്കിൽ സെരുബ്ബാബേലേ, നീ നാണിക്കേണ്ടി വരത്തില്ല, നീ തുടങ്ങിയത് നിൻ്റെ കൈ കൊണ്ട് ഞാൻ തീർത്തിരിക്കും. പ്രിയപ്പെട്ടവരെ, സെരുബ്ബാബേലിനോട് സഖറിയാവ് 4:7 പറയുന്നത് എന്താണെന്നറിയാമോ? സഖറിയാവ് 4:7, സെരുബ്ബാബേലിന്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ, നീ സമഭൂമിയായി തീരും, അതിന് കൃപ കൃപ എന്ന ആർപ്പോടുകൂടെ അവൻ ആണിക്കല്ല് കയറ്റും. സെരുബ്ബാബേലേ, നിന്റെ മുമ്പിലുള്ള ഈ മഹാപർവ്വതമാര്, പർവ്വതമാ, കുന്നല്ല, മലയല്ല, മഹാപർവ്വതം തടസ്സമാരാ. അത് വെച്ചത് ആരാണെങ്കിലും ആ മഹാപർവ്വതത്തെ ഒരു താഴ്വരയാക്കുവാൻ എനിക്ക് കഴിയും. സെരുബ്ബാബേലേ, നിന്റെ ബലത്തിലല്ല, ഒരു സെരുബ്ബാബേലിന്റെ ബലത്തിലല്ല. സെരുബ്ബാബേലേ, നിന്റെ മുമ്പിൽ നിൽക്കുന്ന ഈ മഹാപർവ്വതത്തെ ഞാൻ സമഭൂമിയാക്കും. വാഗ്ദാനം ചെയ്തവൻ ദൈവമാണെങ്കിൽ സെരുബ്ബാബേലിന്റെ മുമ്പിലുള്ള ചില പർവ്വതങ്ങൾ മാറട്ടെ, ചില തടസ്സങ്ങൾ മാറട്ടെ, യോർദാൻ പിളരട്ടെ, യോർദാനിൽ കൂടി നിറഞ്ഞുനിർത്തൂടി ചില അഭിഷിക്തന്മാർ അക്കരെ കടക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുമ്പിലുള്ള മഹാപർവ്വത്തെ കണ്ട് നിൽക്കുന്നവനല്ല സെരുബ്ബാബേൽ. നമ്മുടെ മുമ്പിലുള്ള പർവ്വത്തെ കണ്ട് യഹോവ പറയുന്നു, മഹാപർവ്വതമായിക്കോട്ടെ, നിന്നെ കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റത്തില്ലായിരിക്കാം, പക്ഷേ ആ പർവ്വതത്തെ സമഭൂമിയാക്കാൻ, ഇന്ന് കാണുന്ന പർവ്വതത്തെ നാളെ സമഭൂമിയാക്കാനാണ് ഞാൻ നിന്നെ വിളിച്ചതെങ്കിൽ സെരുബ്ബാബേലേ, നിന്റെ കൈ കൊണ്ട് തന്നെ ഞാനത് തീർക്കുമെന്ന് ദൈവത്തിൻ്റെ അരുളപ്പാട്. ഹല്ലേലൂയ. എന്നെ ഏറെ സന്തോഷിപ്പിച്ച ഒരു കാര്യം എന്താണെന്നറിയാമോ? ഹഗ്ഗായിയുടെ പ്രവചനത്തിൽ 4-ാം അധ്യായത്തിൽ 9-ാം വാക്യത്തിലേക്ക്, ഹഗ്ഗായി 2:9 നമുക്കൊന്ന് വരാം വേഗം. ഈ ആലയത്തിൻ്റെ
പിന്നത്തെ മഹത്വം മുമ്പിലത്തേലും വലുതായിരിക്കും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ഈ സ്ഥലത്ത് ഞാൻ സമാധാനം നൽകുമെന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. 15 വർഷം പൈസ ഇല്ലാഞ്ഞിട്ട് കെട്ടിക്കിടന്ന ഒരു ദേവാലയത്തിൽ നോക്കി കർത്താവ് പറയുക, ഇതിൻ്റെ മുന്നത്തെ മഹത്വം. അത് കണ്ടിട്ടുള്ളവരോ ആരാ അത് ചെയ്തെന്നറിയാമോ? ദാവീദ് കൂട്ടിവെച്ചു. ദാവീദിൻ്റെ ഭണ്ഡാരത്തിലുള്ളത് മുഴുവൻ കൊടുത്തു. ആ ജനം മുഴുവൻ കൊണ്ടുവന്നപ്പോൾ ദാവീദ് പറഞ്ഞു, ഇങ്ങോട്ട് കൊണ്ടുവരല്ലേ എന്ന് പറഞ്ഞു. ഇനി ഇവിടെ സ്ഥലമില്ലെന്ന്. അത് കഴിഞ്ഞ് ശലോമോൻ്റെ മഹത്വം. ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ഇത്രത്തോളം മഹത്വത്തിൽ ഇസ്രായേൽ നിന്നിട്ടില്ല. ആ സമയത്ത് ആ ഭണ്ഡാരത്തിൽ നിന്ന് എടുത്തു കൊടുത്ത അതിമഹത്തായ ഒരു ദേവാലയം, അതിനെ കണ്ടിട്ട് ഹഗ്ഗായി പ്രവചിക്കുക, ഇതിൻ്റെ മുന്നിലത്തേലെ മഹത്വം ഇല്ലേ, അതിനേക്കാട്ടിലും വലിയൊരു മഹത്വത്തോട് ഞാൻ ദേവാലയം വെക്കുന്നു. ആരോടാ പറയുന്നറിയാമോ? അത്താഴ പട്ടിണിക്കാരനോട്. ഇന്നാളുകളിൽ ചില അത്താഴ പട്ടിണിക്കാരോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുക, നിൻ്റെ റിസോഴ്സസ് നോക്കിയിട്ടല്ല, നിൻ്റെ കയ്യിലിരിക്കുന്നത് നോക്കിയിട്ടല്ല, നിൻ്റെ കഴിവ് നോക്കിയിട്ടല്ല, ഞാൻ പണിയാൻ ചിലരെ എഴുന്നേൽപ്പിക്കും. അവരെഴുന്നേൽക്കും. നെഹമ്യാവ് പറഞ്ഞതുപോലെ, ഞങ്ങൾ യഹോവയുടെ ദാസന്മാർ, ഞങ്ങൾ എഴുന്നേൽക്കും, ഞങ്ങൾ അത് പണിയും, ഞങ്ങൾ മതിൽ പണി തീർക്കും. ഇന്നാളുകളിൽ ഇവത്തോളം റിസോഴ്സസ് നോക്കിയല്ല ദൈവം നിന്നെ വിളിച്ചത്, നിൻ്റെ കയ്യിലുള്ളത് നോക്കിയല്ല ദൈവം നിന്നെ വിളിച്ചത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ തന്നു. അതുപോലെ സ്വർഗത്തിലെ സകല നന്മകളും തന്നു. അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് എഴുന്നേൽക്കാമോ പ്രിയപ്പെട്ടവരെ? നമുക്കൊന്ന് എഴുന്നേൽക്കാമോ പ്രിയപ്പെട്ടവരെ? യോർദാൻ്റെ കരയ്ക്ക് അവരിരുന്നെങ്കിൽ ഇന്ന് വരുന്നേനെ. അവർ ചവിട്ടിയപ്പോൾ യോർദാൻ പിറന്നതുപോലെ ദൈവം ചിലരെ വിളിക്കുക, ഞാൻ നിന്നെ ഉയർത്താം, ഞാൻ നിന്നെ ബലപ്പെടുത്താം, നിനക്കൊരു വാക്കുകൊണ്ട് നിൽക്കാൻ കഴിയുമോ പ്രിയപ്പെട്ടവരെ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ അതിൽ നിന്ന് വിളിക്കുക. എത്ര പേർക്കൊന്ന് സമർപ്പിച്ചു കൊടുക്കാൻ കഴിയും പ്രിയപ്പെട്ടവരെ? ചില അഭിഷിക്തന്മാർ എഴുന്നേക്കട്ടെ, മുടങ്ങിക്കിടക്കുന്ന ചില പണികൾ നടക്കട്ടെ പ്രിയപ്പെട്ടവരെ. അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് താഴ്ത്തി കൊടുക്കാമോ പ്രിയപ്പെട്ടവരെ? എബ്രായ ലേഖനം 6:11 പറയുന്നു, എന്നാൽ നിങ്ങൾ ഓരോരുത്തരും പ്രത്യാശയുടെ പൂർണ്ണനിപം പ്രാപ്പാൻ അവസാനത്തോളം ഒരു ഉത്സാഹം കാണിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന് വേണ്ടി നമുക്ക് ഉത്സാഹത്തോടെ നിൽക്കാമോ? നമ്മളെ തന്നെ ഒന്ന് സമർപ്പിച്ചാൽക്കുമോ? ഹഗ്ഗായി പറഞ്ഞതുപോലെ ഇതിനെക്കാട്ടിലും മഹത്വം, നമ്മൾ ഉദ്ദേശിച്ചതിനെക്കാട്ടിലും മഹത്വത്തിൽ ഒരു സഭ പണിയാൻ ദൈവം നമ്മളെ സംഗതിയാക്കട്ടെ. ആ പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകളെ ഉപസരിക്കുന്നു. ദൈവത്തിന് നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള അനുഗ്രഹിക്കപ്പെട്ട സന്ദേശങ്ങൾ തുടർന്നും കേൾക്കുവാൻ ദയവായി ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതിലൂടെ നമ്മുടെ രക്ഷിതാവും കർത്താവും വീണ്ടെടുപ്പുകാരനുമായ യേശു കർത്താവുമായിട്ടുള്ള ദൃഢമായ ബന്ധത്തിൽ വളരുവാൻ അത് കാരണമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.